ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി അല്പസമയത്തിനകം ഉത്തരവ് പുറപ്പെടുവിക്കും. അവിടെ നിന്ന് എന്താണ് വരാനുള്ളത് എന്നത് അറിയാൻ കാതോർത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. നമ്മുടെ പ്രതിനിധികൾ തത്സമയം വിശദാംശങ്ങൾ നൽകാനായുണ്ട്. ഒപ്പം സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ വസതിയിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നുണ്ട്. അരുൺ, അങ്ങോട്ടേക്ക് അല്പസമയം മുൻപാണ് KPCC അധ്യക്ഷൻ എത്തിച്ചേർന്നത്. ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതീക്ഷ എന്താണ്? ഇന്നത്തെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം അതിലൊക്കെ ഉത്തരവ് വരാനിരിക്കുകയാണല്ലോ, അവരുടെ പ്രതീക്ഷ എങ്ങനെയാണ്? അനുജ, അല്പസമയത്തിനകം തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും. ആ പ്രതീക്ഷയോടെ തന്നെയാണ് വന്ദന ഫ്രാൻസിസിന്റെ കുടുംബവും കാത്തിരിക്കുന്നത്. ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. ഇന്നലെ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ തന്നെ ഇന്ന് ഈ ജാമ്യം ലഭിക്കുമെന്ന ഇന്നലത്തെ കോടതിയിലെ നടപടിക്രമങ്ങളെല്ലാം പരിശോധിച്ച ശേഷം അവിടെ നിന്ന് ഈ കുടുംബത്തിനുൾപ്പെടെ നൽകിയിട്ടുള്ള വിവരം ജാമ്യം ലഭിക്കുമെന്നാണ്. ഇപ്പോൾ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ TV-യിലൂടെ ഈ കാര്യങ്ങൾ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിറഞ്ഞ ദിവസങ്ങളിലൂടെ ഈ ജാമ്യം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും തന്നെയാണല്ലോ പ്രതീക്ഷ. അതെ, ജാമ്യം കിട്ടും എന്ന് തന്നെ വിശ്വസിക്കുന്നു.